ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ ഹാക്ക് വെസറെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്കിലുള്ള എക്സ്ചേഞ്ച് ആണ് വെസറെക്സ്. എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്, കുറേ പേര് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എത്ര പേര് അതിനകത്ത് ബാധിക്കപ്പെട്ടു എന്നറിയില്ല. സോ ബാധിക്കപ്പെട്ടവർ എല്ലാവരും കാത്തിരിക്കുക എന്താണ് അവരുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വലിയൊരു ഹാക്ക് 235 മില്യൺ, ഏകദേശം 80% ഹാക്കാണ് വാസറെക്സിനകത്ത് ഉണ്ടായത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒരു ബ്രീഫ് അത് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നാളെ ജൂലൈ 23 ക്രിപ്റ്റോ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ ഫിനാൻഷ്യലിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ കുറെ ബുള്ളിഷ് ന്യൂസും മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അമേരിക്കയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കുറെ ട്രംപ് ന്യൂസസ് വരുന്നത്, എല്ലാം കൂടി കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ആദ്യത്തേൽ വെസറെക്സിനെ കുറിച്ച് പറയാം. നമുക്കറിയാം വെസറെക്സ് ഭയങ്കര വലിയൊരു ഹാക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ റീസെന്റ് ബൗണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഹാക്ക് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ അഡ്രസ്സ് ട്രാക്ക് ചെയ്തിട്ട് എമൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹാക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 5% എത്രത്തോളം ഫണ്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും അതിൻ്റെ 5% എന്നുള്ള രീതിയിൽ അവർ ഒരു ബൗണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു. പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സാക്ക് ഈ പുള്ളി ഭയങ്കര ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും. ഭയങ്കരമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വേണേൽ പറയാം. എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്ന ആളാണ്. സോ പുള്ളി വെസറെക്സിന്റെ സിഇഒ നിശ്ചല്, വെസറെക്സിന്റെ സിഇഒ ആണോ എന്നറിയില്ല. സോ ആ പുള്ളിക്കാരൻ ഇങ്ങനെ 5% എന്ന് പറഞ്ഞപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 10%. വളരെ ഈസി ഉള്ള കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബൗണ്ടി മാറ്റിയിട്ട് 10% ആക്കിയിട്ടുണ്ടായിരുന്നു. സോ 10%, അതായത് 230 മില്യന്റെ ഹാക്കാണ് നടന്നേക്കുന്നത്. സോ അതിൽ എമൗണ്ട് ഈ പറഞ്ഞ 230 മില്യൻ്റെ ഇതും അവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഹാക്ക് ചെയ്ത എമൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ $23 മില്യൺ അവർക്ക് കിട്ടാൻ പോണ ഹാക്ക് ചെയ്ത ആൾക്കാർക്ക്. സോ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരുപാട് പേര് നടത്തുന്നുണ്ട്. പിന്നെ റീസെന്റ് ഒരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബൗണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏകദേശം 80 പരം ആൾക്കാരാണ് അതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത്. മീൻസ് അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരുപാട് പ്രോഗ്രാമേഴ്സ് ഉണ്ട്. ഇപ്പം 23 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല, ലോകത്തുള്ള എല്ലാ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും ടെക്നിക്കലായിട്ട് അറിയുന്ന എല്ലാവരും അതിനകത്ത് ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് ആ ഫണ്ട് റിട്രീവ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്. പക്ഷേ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഇത് ഹാക്ക് ചെയ്തത് ഈ പറഞ്ഞ സാക്ക് പുള്ളിക്കാരൻ റിവീൽ ചെയ്തിരുന്നു. ലസാറസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ നോർത്ത് കൊറിയയിലുള്ള ഒരു ഇവരാണ് അത് ഹാക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നോർത്ത് കൊറിയയിൽ ഈ ഫണ്ട് ഹാക്ക് ചെയ്തേക്കണം അവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് 10% ഹാക്ക് ചെയ്ത പല ആൾക്കാരും പല രീതിയിലുള്ള ഇത് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഹാക്ക് ചെയ്ത ഫണ്ട് തിരിച്ചാൽ നിങ്ങൾക്ക് 20% തരാം, അല്ലെങ്കിൽ 30% തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു തരാൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അതൊന്നും അല്ല വേണ്ടത്. അവരെന്താ വെച്ചാൽ, ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഹാക്കേഴ്സിന് നോർത്ത് കൊറിയ തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ന്യൂസൊക്കെ വരുന്നുണ്ട്. കാരണം അവരിൽ കുറെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നോർത്ത് കൊറിയയിൽ ഒരുപാട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ടുള്ള ഹാക്കേഴ്സ് ആണ്. സോ അവർക്ക് ഇതിനെ കേസ് കൊടുത്താലും ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല. കാരണം ഗവൺമെന്റ് ഫണ്ട് ചെയ്ത ആൾക്കാരല്ലേ. അങ്ങനത്തെ രീതിയിലൊക്കെ ന്യൂസ് വന്നിരുന്നു. സോ എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ല. ബട്ട് ഒരുപാട് എക്സ്ചേഞ്ചസും ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള വെബ്3യിലുള്ള ഡെവലപ്പേഴ്സും എല്ലാവരും ഇതിന്റെ പിന്നിലുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇവർ വലിയ വലിയ ആക്സി ഇൻഫിനിറ്റിയിലൊക്കെ ഉണ്ടായ ഹാക്കിന്റെ ഒക്കെ പിന്നിൽ ലസാറസ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. യൂഷ്വലി അങ്ങനെ ഫണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി നോക്കാം. ആ സമയം അതുകൊണ്ട് തന്നെ ആ ഒരു ഹാക്ക് നടന്നുകൊണ്ട് തന്നെ ട്രേഡിങ്ങിന്റെ ഒക്കെ പ്രശ്നങ്ങളും വെസറെക്സിനകത്ത് ടോക്കണിന്റെ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്നു. സോ അവരിപ്പം ട്രേഡും എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, വിഡ്രോവലൊക്കെ ചെയ്തിട്ടുണ്ട്, വിഡ്രോവൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നൊരു ന്യൂസ് വന്നിരുന്നു. ബട്ട് മാർക്കറ്റ് പ്രൈസ് ഒക്കെ കുറഞ്ഞുകൊണ്ട് എന്താ സംഭവം എന്നറിയില്ല. അവർ അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും എല്ലാവർക്കും വിഡ്രോ ചെയ്യാന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് ഇവിടെ എവിടെയോ ആണ് ഒരു ന്യൂസ് വന്നത്. അത് ജസ്റ്റ് ഷെയർ ദാറ്റ്. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഒരു 24 മണിക്കൂർ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. ഉണ്ടോ ഇവിടെ വി ഹാവ് ദിസ് റൈറ്റ് ആയിട്ട് റിക്കവർ. ഇത് ബൗണ്ടി കൂട്ടി എന്നുള്ള പുള്ളിയുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് 10% ആക്കി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഡ്രോവൽസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനത്തെ കുറേ ന്യൂസസിന് പിന്നിൽ വരുന്നുണ്ട്. എല്ലാവരും ഇതിൽ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കണം ഇന്ത്യൻ എക്കോസിസ്റ്റത്തിൽ തന്നെ. കാരണം നാളെ ഇന്ത്യയിൽ തന്നെ ഫിനാൻഷ്യലിൽ മൊത്തത്തിൽ യൂണിയൻ ബഡ്ജറ്റ് നാളെയാണ് വരുന്നത്. സോ ഓൾറെഡി നമുക്കറിയാം ക്രിപ്റ്റോയിലുള്ള ടാക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, 30%, TDS 1% എന്നൊക്കെ. സോ എല്ലാവരും ഒരു ഇളവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയൊരു ഹാക്ക് ഉണ്ടായത്. സോ ഗവൺമെന്റ് എന്തായാലും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു വാതകം, എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക എന്നറിയില്ല. ചില റൂമേഴ്സ് പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ ക്രിപ്റ്റോ ടാക്സ് പോലെ സംഭവം അതിനകത്ത് കൊണ്ടുവരും, സെറ്റ് ഓഫ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ മൊത്തത്തിൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും എല്ലാം അത് ആക്റ്റീവ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ക്രിപ്റ്റോയിൽ ഇപ്പം ട്രേഡിങ്ങിൽ മറ്റേ സ്പോട്ട് ട്രേഡിങ്ങിലൊക്കെയാണ് നമുക്ക് 30% TDS ഉള്ളത്, ഫ്യൂച്ചേഴ്സിലില്ല. പക്ഷെ അതും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഒക്കെ വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള കുറച്ച് ന്യൂസ് വരുന്നുണ്ട്. ബട്ട് അതെന്താ ഉണ്ടാവുക എന്നുള്ളത് നാളെ കാണാം. നാളെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് സ്പെഷ്യലി വോളറ്റൈൽ ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ലിവറേജ് എല്ലാം കുറച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ എല്ലാവർക്കും മെയിൽ വന്ന് കാണും. സോ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസമാണ് ഇന്ത്യൻ എക്കോസിസ്റ്റത്തിൽ. ഈ ഒരു വാസിറക്സ് ആക്കും ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം, മീൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണെന്നുള്ളത് തന്നെ നാളെ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ വേൾഡിൽ, ലോകത്ത് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് സംഭവം നാളെ നടക്കാൻ പോവാണ്. എത്തീരിയത്തിൻ്റെ ETF. കുറേ കാലമായിട്ട് എത്തീരിയം ETF എന്ന് പറയുന്നുണ്ട്. സോ നാളെ കുറച്ച് ഈ പറഞ്ഞ സംഭവത്തിൽ ETF വരുന്നുണ്ട്. അത് വെച്ചാൽ 21 ഷെയർസ് എത്തീരിയം ETF, ഫിഡിലിറ്റി എത്തീരിയം, ഇൻവെസ്കോ, ഗാലക്സി എത്തീരിയം, ആൻകക്ക്, ഇതൊക്കെയാണ് നാളേക്ക് ലൈവ് ആവുന്ന ഏകദേശം 5 ETFs ആണ് നാളെ ട്രേഡിങ്ങിന് ഓൺ ആവുന്ന US മാർക്കറ്റിൽ. സോ അത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഗ്ലോബൽ മാർക്കറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്, ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. സോ ഹോപ്പ്ഫുള്ളി ഹാക്കേഴ്സിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് അതും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിശ്വസിക്കാം. പിന്നെ ഉള്ളത് ഈ ഒരു ട്വീറ്റാണ്. ഇലോൺ മസ്കിൻ്റെ ഭയങ്കര വൈറലായിട്ടുണ്ട് ഇപ്പം ഈ ഒരു സംഭവം, മറ്റേ ലേസർ ലൈറ്റ് ഒക്കെ വരുന്നത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 100K ആയിട്ട് ഇനി ഇത് റിമൂവ് ചെയ്യുള്ളൂ എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു 100K ആവുന്നവരെ ഇതിങ്ങനെ വെക്കും എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. സോ ആ ഒരു ലെവലിലൊക്കെ വന്നതാണ്. ഇപ്പം പുള്ളി വീണ്ടും ബുള്ളിഷ് ആയതുകൊണ്ട് അവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം US ഫ്ലാഗിൻ്റെ പടവും പിന്നെ ലേസർ ഐസ് ഒക്കെ കാണുന്നുണ്ട്. സോ ഭയങ്കരമായിട്ട് ബുള്ളിഷാണ് മാർക്കറ്റ് എല്ലാവരും. ഇതിന് മെയിൻ ഒരു കാരണം എന്താ വെച്ചാൽ ബിഡൻ ട്രംപ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഈസി ആയിട്ട് മറ്റേ അസാസിനേഷൻ ഇതിനൊക്കെ ശേഷം ട്രംപ് ജയിക്കുമെന്ന് 100% ഉറപ്പ്, 90% ഉറപ്പിൽ നിൽക്കുന്ന സമയത്താണ് ജോ ബിഡൻ ഒഫീഷ്യലി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. സോ ഇന്ത്യൻ വംശജയായിട്ടുള്ള കമല ഹാരിസ്, പുള്ളിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ജോ ബിഡൻ പ്രസിഡന്റ് ആയ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് കമല ഹാരിസ്. സോ പുള്ളിക്കാരി ആയിരിക്കും ഇനി പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക US. സോ അതുകൊണ്ട് തന്നെ ട്രംപിന് അത്ര ഈസി ആയിരിക്കില്ല. ജോ ബിഡൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആധിപത്യം ഉണ്ടായിരുന്നു, ട്രംപ് ജയിക്കുമെന്നുള്ളതായിരുന്നു. കാരണം ട്രംപ് ഭയങ്കരമായിട്ട് ബുള്ളിഷാണ്. പോരാത്തതിന് ഈ വരുന്ന 27 ബിറ്റ്കോയിൻ കോൺഫറൻസ് പെൻസിൽവാനിയയിലാണ് തോന്നുന്നു. സോ അവിടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. സോ ജോ ബിഡനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രംപ് വരുന്ന 100% ഉറപ്പായിരുന്നുകൊണ്ട് തന്നെ ക്രിപ്റ്റോ എല്ലാം ഒരുപാട് ട്രംപ് ബേസ്ഡ് ടോക്കൺസ് ഇറങ്ങിയിരുന്നു. സോ ഒക്കെ നല്ല രീതിയിൽ പമ്പ് വന്നിരുന്നു. ഇപ്പം ജോ ബിഡൻ ഇതിൽ നിന്നും എല്ലാം പോയത് കൊണ്ട് കമല ഹാരിസ് വന്നപ്പം കുറച്ച് സ്ട്രോങ് ആയി. കാരണം ഓപ്പോസിറ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിനും ഒരു ചെറിയ രീതിയിൽ അൺസർട്ടനിറ്റി വന്നിട്ടുണ്ട്. സോ ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അപ്ഡേറ്റ് തന്നെയാണ്. സോ ഇങ്ങനത്തെ 2-3 ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഒന്നാമത് വെസറെക്സ് ആക്ട്, അത് അവരുടെ പണ്ട് വെസറെക്സും ബൈനാൻസും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്തും വെസറെക്സ് ബൈനാൻസിനെ ബ്ലെയിം ചെയ്തിരുന്നു, ബൈനാൻസ് വെസറെക്സിനെ ബ്ലെയിം ചെയ്തിരുന്നു. അതേ സംഭവം തന്നെയാണ് ഇവരും പറഞ്ഞത്. വെസറെക്സ് ആദ്യം തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങളുടെ മൾട്ടിസിഗ് വാലറ്റ് ആണ്, അത് ഞങ്ങൾ 3 പേര്, ഞങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ട്, ട്രാൻസാക്ഷൻ എല്ലാം പാസ് ചെയ്യുന്നത് ലിമിനൽ കസ്റ്റഡി വാലറ്റ്സ് ഉണ്ട്. സോ അവരിൽ നിന്ന് വന്ന എററാണെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തു, അവരുടെ മേത്തേക്ക് ഇട്ടു. ലിമിനൽ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബ്രീച്ച് വന്നിട്ടില്ല, പറഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ദ ബോൾ പറഞ്ഞ് അവരോട് ചെയ്തിരുന്നു. അതൊക്കെ അങ്ങനെ പോയി. എന്തായാലും ആൾക്കാരുടെ ഫണ്ട് പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെപ്പോഴും പണ്ടും പറയാറുണ്ട് സ്വന്തമായിട്ടൊരു വാലറ്റ് ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയും. ഫുള്ള് ഫണ്ട് നമ്മൾ ഒരൊറ്റ എക്സ്ചേഞ്ചിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതും ചെയ്യരുത്. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് പല എക്സ്ചേഞ്ചിനകത്ത് കുറച്ച് ഫണ്ട്സ് ആണെങ്കിലും കുറച്ച് ഫണ്ട്സ് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. വാലറ്റ് ഭയങ്കരമായിട്ട് സെക്യൂർ ആക്കുക, 2FA ഒക്കെ യൂസ് ചെയ്തിട്ടും പക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഹാർഡ്വെയർ വാലറ്റ്സ് വാങ്ങാം, അങ്ങനെ പല രീതികളും ചെയ്യാം. ഞാൻ ഹാർഡ്വെയർ വാലറ്റ്സ് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ പറയുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ ഞാൻ മെയിൻലി പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ വാലറ്റ്സ് ആണ്. ഞാൻ മേ ബി ഒരു 2-3 മാസം ഒരു വാലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് ചേഞ്ച് ചെയ്ത് വേറെ വാലറ്റിലേക്ക് പോകും. നമുക്ക് ഇഷ്ടക്കണക്കിന് അക്കൗണ്ട്സ് ഉണ്ടാക്കാമല്ലോ. സോ അങ്ങനെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വലിയ ഫണ്ട്സ് ഉണ്ടെങ്കിൽ, വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഹാർഡ്വെയർ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു $20, $50, $100 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സോഫ്റ്റ്വെയർ വാലറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഇങ്ങനത്തെ കുറച്ച് ന്യൂസസ് ഉണ്ട്. ഈ ഒരു വെസറെക്സിൻ്റെ ഒരു ഭയങ്കര ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കരമായിട്ടൊരു പ്രശ്നം തന്നെയാണ്. ഒപ്പം ഈ ഒരു ബഡ്ജറ്റ് വരുന്നു എന്നുള്ളത്. ബട്ട് വേൾഡ് വൈഡിൽ നോക്കുകയാണെങ്കിൽ, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മൊത്തം പോസിറ്റീവ് ആണ്. എത്തീരിയം വരുന്നു, എലോൺ മസ്ക്, മറ്റേ ലേസർ ഐസ്, ഡൊണാൾഡ് ട്രംപ് വരുന്നു, മാക്സിയാണ്, ബിറ്റ്കോയിൻ മാക്സിയാണ്. അതിൻ്റെ ഫിനാൻഷ്യലായിട്ട് വരുന്ന ട്രഷറിയൊക്കെ മാനേജ് ചെയ്യുന്നത് ബ്ലാക്ക് റോക്കിൻ്റെ ആൾക്കാരായിരിക്കും പറയുന്നുണ്ട്. ട്രംപ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രഷറിയൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് റോക്കിൻ്റെ ഒക്കെ ആരെങ്കിലും ആയിരിക്കും എന്നും പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ബ്ലാക്ക് റോക്ക് ഓൾറെഡി BTCയിൽ ഇപ്പം ഭയങ്കര ബുള്ളിഷാണ്. സോ അതൊക്കെ ഭയങ്കര പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഗ്ലോബലി പോസിറ്റീവ് ന്യൂസ് ആകുമ്പോഴും ഇന്ത്യയിൽ നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഇൻ സെൻസ് എന്താ ബഡ്ജറ്റും ഈ പറഞ്ഞ ഹാക്കൊക്കെ വന്നതാണ് പ്രശ്നം.
ബട്ട് നമ്മളെപ്പോഴും ഗ്ലോബൽ മാർക്കറ്റ് ആണല്ലോ, സോ ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെയാണ് ക്വിക്ക് അപ്ഡേറ്റ്. വേറെ നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.